ഈ ലോകം നമ്മൾ കാണുന്ന ഓരോ ചെറിയ കാര്യവും ഒരു സൃഷ്ടിയുടെ അത്ഭുതമാണ്. പ്രകൃതിയും ജീവജാലങ്ങളും മനുഷ്യരും എല്ലാം ഒരു വലിയ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ്. ആ സൃഷ്ടാവാണ് ദൈവം. ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൽ നമ്മളൊക്കെ അവൻ്റെ സ്നേഹവും കരുണയും നിറഞ്ഞ കൈകളിൽ രൂപം കൊണ്ട സൃഷ്ടികളാണ്. മനുഷ്യൻ പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെയും വേദനകളെയും കണ്ടാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിൽ കുടുങ്ങിപ്പോകുന്നു. പക്ഷേ മനഃശാസ്ത്രപരമായും ആത്മീയമായി നോക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കാൻ കഴിയും. സൃഷ്ടിയെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്നത് സൃഷ്ടാവിനാണ്. നമ്മൾ അവൻ്റെ സൃഷ്ടികളാണ്. അതിനാൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിന് പുറത്താണ്. മനഃശാസ്ത്രം പറയുന്നത് എന്തെന്നാൽ മനുഷ്യനെല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ മനസ്സ് കൂടുതൽ സമ്മർദ്ദത്തിലും ആശങ്കയിലുമാകുന്നു. എന്നാൽ നമ്മൾ നമ്മുടെ പരിമിതി മനസ്സിലാക്കി ജീവിതത്തിൻ്റെ നിയന്ത്രണം ദൈവത്തിൻ്റെ കൈകളിൽ വിടുമ്പോൾ മനസ്സിൽ ഒരു ശാന്തിയും വിശ്വാസവും പിറക്കുന്നു. അതാണ് ആത്മീയത നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ ശ്രമം ചെയ്യുക, ബാക്കി ദൈവത്തിൻ്റെ കരുതലിൽ വിടുക. ദൈവം സൃഷ്ടിച്ചതിനാൽ അവൻ നമ്മെ ഉപേക്ഷിക്കില്ല. ഒരു പിതാവ് തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ ദൈവവും തൻ്റെ സൃഷ്ടികളെ കാത്തു സൂക്ഷിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ബുദ്ധിയിലും കഴിവിലും മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത് നമ്മളൊരു വലിയ സൃഷ്ടിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്. ആത്മീയമായി നോക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ ദൈവം നമ്മുടെ വഴികാട്ടിയാണ്. നമ്മൾ അവൻ്റെ വഴി പിന്തുടരുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥവത്തായതും സമാധാനപൂർണമായതുമാകുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ വിശ്വാസവും സമർപ്പണവും മനുഷ്യൻ്റെ മനസ്സിനെ ശക്തമാക്കുന്നു. അതുകൊണ്ട് സൃഷ്ടാവിനെയും സൃഷ്ടിയെയും മനസ്സിലാക്കുന്നത് ജീവിതത്തിൻ്റെ വലിയൊരു സത്യത്തെ തിരിച്ചറിയുന്നത് പോലെയാണ്. ദൈവം സൃഷ്ടിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന സൃഷ്ടാവാണ്. നമ്മൾ അവൻ്റെ സൃഷ്ടികളാണ്. അതിനാൽ ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും നമ്മൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും അവൻ കാണിച്ച വഴിയിൽ നടക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം സമാധാനത്തോടെയും അർത്ഥത്തോടെയും നിറയും. കാരണം അവസാനത്തിൽ ഒരു വലിയ സത്യം മാത്രം നിലനിൽക്കും. സൃഷ്ടിയെ രൂപപ്പെടുത്തിയത് സൃഷ്ടാവാണ്. പക്ഷേ ആ സൃഷ്ടാവിൻ്റെ വഴിയിൽ നടക്കുന്നത് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഞാൻ അഡ്വക്കേറ്റ് ജ്യോതി. ഈ ചെറിയ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. നന്ദി. ശുഭദിനം.